ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും തുടങ്ങിയ സംയുക്ത ആക്രമണം 26-ാം ദിവസമാണ് ഇന്ന്. യുദ്ധം 26-ാം ദിവസം എത്തിയെന്ന് നമുക്ക് പറയാം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആശ്വാസം. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ചർച്ചകൾ നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അതിനിടെ ട്രംപിന്റെ അവകാശവാദങ്ങളോട് നിങ്ങൾ സ്വയം ചർച്ച നടത്തുകയാണോ എന്ന് പരിഹസിച്ച് ഇറാൻ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ആശങ്ക ശക്തമാക്കുകയാണ്. അതായത് ഈ യുദ്ധം അവസാനിക്കും എന്ന സൂചനകൾ പൂർണ്ണമായും ഇപ്പോഴുമില്ല. വലിയ അനിശ്ചിതത്വങ്ങൾ ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഏക ആശ്വാസം ഈ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളുമാണ്. അതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം ട്രംപ് നടത്തുന്നു. 2025 ഒക്ടോബറിൽ ഡൊണാൾഡ് ട്രംപ് അതിനായി മുന്നോട്ട് വെച്ചത് 20 ദിന സമാധാന പദ്ധതിയാണ്. അപ്പോൾ ആ 20 ദിന സമാധാന പദ്ധതിയിലാണ് ഗാസയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇവിടെ വലിയ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഗസ മാറുന്നത് അങ്ങനെയാണ്. അത് 20 ദിന ട്രംപിന്റെ പദ്ധതികളാണ്, അതിലുള്ള ചർച്ചകളാണ് ഇപ്പോഴും പുരോഗമിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പദ്ധതികൾ ബേസ് ചെയ്തുള്ള ചർച്ചകളാണ് നടന്നു വരുന്നത്. അവിടെ വലിയ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അത് വളരെ നിർണായകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായ നിലയിൽ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. സമാനമായ നിലയിൽ ട്രംപ് ഈ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം തുടങ്ങി 26-ാം ദിവസമാണ് ട്രംപിന്റെ ഈ സമാധാന പദ്ധതി വരുന്നത്. അത് 15 പദ്ധതിയാണ്. അപ്പോൾ എന്താണ് ഈ 15 പദ്ധതിയിൽ പറയുന്നതെന്ന് നോക്കിയാൽ, US ഇസ്രയേൽ സഖ്യം ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ പദ്ധതി പാകിസ്ഥാൻ മുഖേനയാണ് കൈമാറിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാകിസ്ഥാൻ എന്തായാലും ഇതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുമെന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇറാൻ ഇതിന് സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ ഏതാണ്ട് ഇതേ സമയമായപ്പോൾ വന്നു. പക്ഷേ കൂടുതൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇറാന്റെ ആണവ നിലയങ്ങൾ നിർത്തലാക്കുക എന്നതാണ് ഈ 15 പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് വെക്കുന്ന നിർദ്ദേശം. പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിബന്ധനകൾ. ഹോർമുസ് ആണ് ഈ യുദ്ധം ഈ നിലയിലേക്കൊക്കെ എത്തുമ്പോൾ രാജ്യത്തെ ആകെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന ഘടകം. അവിടെ കൃത്യമായ ഒരു നിബന്ധന ട്രംപ് വെക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക എന്നതാണ് അതിൽ പ്രധാനം. മേഖലയിലെ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. 1 മാസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. ജാറഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഈ സമാധാന കരാറിന്റെ രൂപരേഖ തയ്യാറാക്കിയത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സമാധാന നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് നമ്മൾ പലയിടങ്ങളിലും കണ്ടതുപോലെ തന്നെ കുഷ്നറിനെയും ഒപ്പം സ്റ്റീവ് വിറ്റ്കോഫിനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 15 നിർദ്ദേശങ്ങളുണ്ട്. അതിൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കാമെന്ന വാഗ്ദാനമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ഉപരോധങ്ങളാൽ വലഞ്ഞിരുന്ന രാഷ്ട്രമാണ് ഇറാൻ. അതിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ പശ്ചാത്തല സംഗീതവും ആഭ്യന്തര വിഷയങ്ങളിലുമൊക്കെ ഈ ഉപരോധങ്ങൾക്ക് വലിയ ഒരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഈ കരാറിൽ വരികയാണ് എങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഈ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കാം എന്ന ഈ വാഗ്ദാനം തന്നെയാണ്. ഇറാന്റെ സിവിൽ ആണവ പദ്ധതികൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകാമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ വഴിയാണ് ഈ സമാധാന കരാർ ഇറാൻ അധികൃതർക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിനോട് പ്രതികരിക്കാൻ 24 മണിക്കൂർ സമയം ഇറാന് നൽകിയിരിക്കുന്നു എന്നതുമാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അവകാശവാദങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്.
ഇറാൻ തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിച്ചതായി ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു. ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും താൻ യുദ്ധം ജയിച്ചതായും ട്രംപ് ഓവൽ ഓഫീസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാർത്തകൾ എണ്ണ വിപണിയെ സ്വാധീനിക്കാൻ കെട്ടിച്ചമച്ചതാണ് എന്നതാണ് ഇറാൻ പ്രതികരിച്ചിരുന്നത്. പല വിധത്തിലുള്ള അവകാശവാദങ്ങൾ ഓരോ ഘട്ടത്തിലും ട്രംപ് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല വാക്കുകളും പറഞ്ഞിട്ട് പിന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും പക്ഷേ ആശങ്കകളും അനിശ്ചിതത്വങ്ങളും തുടരുകയാണ്. 1000-ലധികം അധിക സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ ട്രംപ് അനുമതി നൽകി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏകദേശം 5000 മറൈൻ സൈനികരെയും ആയിരക്കണക്കിന് നാവികരെയും പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ 1000 സേനാംഗങ്ങൾ എത്തുന്നു എന്നതിന്റെ വിവരങ്ങൾ വരുന്നത്. ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന ഇറാന്റെ വാദത്തിന് ബലം നൽകുന്നതാണ് ഈ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഭാഗത്ത് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുഭാഗത്ത് സൈനിക നീക്കം ശക്തമാക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് ഈ സമാധാന പദ്ധതിയിൽ ഇറാന്റെ മറുപടി എന്നത് വളരെ പ്രസക്തമാവുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്ക പൂർണ്ണമായും പിൻവാങ്ങുകയും മേഖലയിലെ താവളങ്ങൾ ഒഴിയുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. മാത്രവുമല്ല, ആക്രമണം ആവർത്തിക്കില്ല എന്ന് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല എന്നുകൂടി ഇറാൻ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ല എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലപാടുകൾ ഇറാൻ പലതവണ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ട്രംപിന്റെ അവകാശവാദങ്ങളെ യഥാർത്ഥത്തിൽ പരിഹസിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അമേരിക്ക സ്വയം ചർച്ച നടത്തുകയാണോ എന്ന് പരിഹസിക്കുകയാണ് ഇറാൻ. ഈ ചർച്ചകൾ നേരത്തെ തന്നെ ഇറാൻ നിഷേധിച്ചതാണ്. വെടിനിർത്തലിലേക്ക് പോകുന്ന തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞതാണ്. ഇപ്പോഴും ഈ നടക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്ന ചർച്ചകൾ അത് സ്വയം നിങ്ങൾ നടത്തുകയാണോ എന്ന് പരിഹസിക്കുകയാണ് ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാൻ US മുന്നോട്ട് വെച്ച 15 പദ്ധതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ സൈനിക വക്താവ് ഇബ്രാം സോൾഫഗാരിയുടെ ഈ പ്രതികരണം വരുന്നത്. അമേരിക്ക നിർദ്ദേശിച്ച ഈ പദ്ധതി വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഇറാൻ സൈനിക വക്താവ് ഉയർത്തുന്നത്. നിലവിൽ ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ആഭ്യന്തര സംഘർഷങ്ങൾ സ്വയം ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതാണ് ഇബ്രാഹിം സോൾഫഗാരി ചോദിക്കുന്നത്. ഇറാനുമായി US ചർച്ച നടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഈ വീഡിയോ പ്രസ്താവന സോൾഫഗാരിയുടേതായി പുറത്തുവരുന്നത്. ആദ്യ ദിവസം മുതൽ ഇതുവരെ തങ്ങളുടെ വാക്കൊന്നാണ് എന്ന് ഇറാൻ പറയുന്നു. അത് അങ്ങനെ തന്നെ തുടരും എന്നതാണ് ഇറാൻ നൽകുന്ന സന്ദേശം. ഇറാൻ നിങ്ങളെപ്പോലുള്ള ഒരാളുമായി യോജിപ്പിലെത്തില്ല എന്നും സോൾഫഗാരി പറയുകയാണ്. അപ്പോൾ ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഈ ചർച്ച എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ തന്നെ അങ്ങ് ചർച്ച ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ വാക്കിന് മാറ്റമുണ്ടാകില്ല എന്നതാണ് സോൾഫഗാരി പറയുന്നത്. വാഷിംഗ്ടണുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള ചർച്ചകൾക്ക് ഇറാനിൽ ആരാണ് നേതൃത്വം നൽകുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ചർച്ച നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ആരുമായിട്ടാണ് ചർച്ച നടക്കുന്നത്? നമുക്കറിയാം, മുജ്തബ ഖമനേയി എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വ്യക്തമല്ല എന്ന കാര്യം ട്രംപ് തന്നെ പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഈ ആക്രമണത്തിനിടയിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സേന വധിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അലി ലാരിജാനി ആയിരുന്നു ഇത്തരം ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്. ലാരിജാനിയെ വധിച്ചത് നമ്മൾ കണ്ടതാണ്. അലി ലാരിജാനി ഉൾപ്പെടെയുള്ള ഇറാനി നേതൃത്വത്തിലെ പ്രമുഖർ അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ആരുമായാണ് ഇറാനുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക ചർച്ച നടത്തുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പല വിദേശ മധ്യസ്ഥരുമായും സംവദിച്ചിരുന്ന പ്രധാന വ്യക്തിയായിരുന്നു ലാരിജാനി. ചൊവ്വാഴ്ച മുഹമ്മദ് ബാക്കർ സോൾഖാദറിനെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലറായി നിയമിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡറായിരുന്നു അദ്ദേഹം. 2023 മുതൽ എക്സ്പീഡിയൻസി കൗൺസിൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ലാരിജാനിയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹവുമായിട്ടായിരിക്കണം ഇനി ചർച്ചകൾ നടക്കേണ്ടത്. IRGCയുടെ
പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയായാണ് അദ്ദേഹത്തെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വലിയ വിട്ടുവീഴ്ച ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ഘട്ടങ്ങളിലൊന്നും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിപ്പോൾ അവർക്ക് യുദ്ധത്തിലൊരു മേൽക്കൈ ഉണ്ട് എന്നതാണ് അവരുടെ തന്നെ തോന്നൽ. മാത്രവുമല്ല, പൊതുവെ ഈ യുദ്ധ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് കരുതുന്നത്. വലിയ ഊർജ്ജ പ്രതിസന്ധി ലോകത്താകമാനം ഉണ്ടാകുന്നു. ഹോർമുസ് തുറക്കാത്തത് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ എത്തി നിൽക്കുമ്പോൾ ട്രംപ് ആഭ്യന്തരമായി ഉയരുന്ന വലിയ പ്രതിഷേധവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്വയം ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ അത്തരം വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് അല്പം മേൽക്കൈ ഉള്ള ഘട്ടമാണ്. അപ്പോൾ ആരുമായാണ് അമേരിക്ക ചർച്ച നടത്തുന്നത് എന്നൊരു ചോദ്യം ഇറാൻ അവിടെ ഉയർത്തുകയാണ്. പാകിസ്ഥാന് പ്രധാന റോൾ നൽകിക്കൊണ്ടുള്ള സമാധാന നീക്കങ്ങളാണ് എന്തായാലും ഒരു ഭാഗത്ത് നടക്കുന്നത്. ഒരു ഭാഗത്ത് സൈനിക നീക്കം ശക്തമാക്കുന്നതിന്റെയും സൂചനകളുണ്ട്. അലി ലാരിജാനിയുടെ പിൻഗാമിയായ മുഹമ്മദ് ബാക്കർ സോൾഖാദറിന്റെ നിയമനം സൂചിപ്പിക്കുന്നത് ഇനി മുതൽ ഇറാന്റെ ചർച്ചകൾ IRGCയുടെ സുരക്ഷാ കാഴ്ചപ്പാടുകൾക്കും മുൻഗണനകൾക്കും അനുസരിച്ചായിരിക്കും എന്നാണ്. ഇത് ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടലിനെ നേരിടാനുള്ള നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളോ മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളോ ഒരിക്കലും തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ഭാവിയിൽ ഗൾഫിലെ ഊർജ്ജ കയറ്റുമതിയിൽ ഇറാന് മേൽക്കൈ നൽകുമെന്നൊക്കെയുള്ള വലിയ ഭയപ്പാട് ഈ യുദ്ധത്തോടെ ഉടലെടുത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലുള്ള തങ്ങളുടെ സ്വാധീനം ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകാൻ സാധ്യതയില്ലാത്തതിനാൽ നയതന്ത്രപരമായ പരിഹാരങ്ങൾ ഉണ്ടാകുക വിരളമാണ് എന്ന വിലയിരുത്തലുകളാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടു നിൽക്കുമോ എന്ന ആശങ്കകൾ ഇപ്പോൾ വീണ്ടും ഉയരുകയാണ്. ട്രംപിന്റെ നീക്കങ്ങളെ പരിഹസിച്ച് ഇറാൻ രംഗത്ത് വരുന്നത് ഈ നീക്കങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ഘടകവുമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം. അതേസമയം യുദ്ധത്തിനുള്ള വലിയ ഒരുക്കങ്ങൾ മറുഭാഗത്തുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഇന്ത്യ ഉൾപ്പെടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യത തെളിയട്ടെ, വഴി തുറക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.